ഈ ഇത്രത്തോളം പെറ്റുപെരുകിയ തെരുവുനായ്ക്കളുടെ മുന്നിൽ നിന്നുകൊണ്ട്, ആ എണ്ണത്തിന് മുന്നിൽ നിന്നുകൊണ്ട് നിയമം നിഷ്കർഷിക്കുന്ന ഇപ്പോൾ ഉള്ള പ്രൊവിഷൻ മാത്രം അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് പറയുന്നത് കാര്യക്ഷമമായി നടപ്പിലാകാത്ത ഒന്നല്ലേ? ശ്രമകരമായ ഒരു സംഗതിയാണത്. പക്ഷേ ഒരു പരിധിവരെ തീർച്ചയായിട്ടും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന സംഗതിയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിൻ്റെ സംവിധാനം കൊണ്ട് മാത്രം പറ്റില്ല. ഒരു പ്രൈവറ്റ് പബ്ലിക് എൻ്റർപ്രൈസ് പോലെ ഞങ്ങൾ കുറേ പേര് റെഡിയായിട്ടുണ്ട് ഇതിന് മുന്നിൽ പ്രവർത്തിക്കാൻ വേണ്ടി, സഹായിക്കാൻ വേണ്ടി നമ്മൾ കുറേ പേരുണ്ട്. അതായത് ഓരോ ഏരിയാസിലും പറഞ്ഞല്ലോ ഫീഡേഴ്സ് ഉണ്ട്. ഒരു ഫീഡറിൻ്റെ കുറേ നായ്ക്കളെ ഭക്ഷണം കൊടുക്കുന്ന ഫീഡേഴ്സ് ഉണ്ട്. പലപ്പോഴും ഫീഡേഴ്സ് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഡോക്ടറെ എൻ്റെ അടുത്ത് ഫീഡ് ചെയ്യാൻ വരുന്ന ഡോഗ്സിന് ഒരു 4-5 എണ്ണം പെൺപട്ടികളുണ്ട്, അവർ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ കൊണ്ടു കൊടുത്താൽ അത് വന്ധ്യകരണം ചെയ്ത് തരുമോ? പൈസയാണ് പ്രശ്നം, അവർക്ക് പ്രൈവറ്റ് ചെയ്യിക്കാൻ വേണ്ടി പൈസയില്ല. അപ്പോൾ ഞങ്ങൾ ഈ സെൻറ്ററിൽ കൊണ്ടു കൊടുത്താൽ ചെയ്തു തരുവാണ്. പക്ഷെ സെൻറ്ററിൽ എന്താണെന്ന് വെച്ചാൽ അവർ ഓരോ ഏരിയയിൽ അവർ വന്ന് പിടിക്കുക ചെയ്യുന്നത്, അല്ലാണ്ട് കൊണ്ടു കൊടുക്കുന്ന പട്ടികളെ ചെയ്തു കൊടുക്കുന്നില്ല. അപ്പോൾ എങ്ങനെ ഒരു സംവിധാനം അങ്ങനെ വെച്ചാൽ ഒന്നാമത് ഈ ആദ്യം പറഞ്ഞ പോലെ എത്രത്തോളം ഉത്തരവാദിത്തത്തോടെയാണ് ഈ പറയുന്ന ഫീഡേഴ്സൊക്കെ ഇത് ചെയ്യുന്നത് എന്നുള്ളത്, ഇതിന് ഒരു കൃത്യമായ സംവിധാനമോ അല്ലെങ്കിൽ അതിനൊരു ചട്ടക്കൂടോ ഉണ്ടോ? അതായത് എവിടെയെങ്കിലും തെരുവുനായ്ക്കൾ ഉള്ളിടത്ത് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നതിനപ്പുറത്ത്, അവിടേക്ക് തെരുവുനായ്ക്കൾ കൂട്ടം കൂടുന്നു എന്നതിനപ്പുറത്ത് ആ മാലിന്യം അവിടെ അവശേഷിക്കുന്നുണ്ടോ, അത് പട്ടികൾ തിന്നിട്ട് പോയതിന്റെ ബാക്കി അവിടെ കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് എടുത്ത് വൃത്തിയാക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഫീഡേഴ്സിന് അത് മിക്ക ഫീഡേഴ്സും ശ്രദ്ധിക്കുന്നുണ്ട്, ചിലർ ശ്രദ്ധിക്കുന്നില്ല. അത് വളരെ സർക്കാർ സംവിധാനത്തിലൂടെയാണ് ഇത് നടപ്പിലാകുന്നതെങ്കിൽ അതിനൊരു ഫോളോ അപ്പ് ഇല്ല എങ്കിൽ അത് ചോദിക്കാം. ഇത് ആളുകൾ എവിടെയെങ്കിലും തെരുവുനായ്ക്കൾ കൂട്ടം കൂടെ ജീവിക്കുന്നിടത്ത് കൊണ്ടുപോയി ഭക്ഷണവും അതും പ്രത്യേകിച്ചും ഇറച്ചി മാലിന്യങ്ങളും അടക്കം കൊണ്ടുചെന്നിടുക, പിന്നീട് അതിനൊരു ഫോളോ അപ്പ് ഇല്ലാതെ പോകുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് പോലും ഉറപ്പില്ല ഇത് കൃത്യമായി ചട്ടപ്പടി പ്രകാരമാണ് നടപ്പിലാകുന്നത് എന്ന്, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തത്തോടെയാണ് നടപ്പിലാകുന്നതെന്ന്. അല്ല, മാലിന്യം തള്ളിയിട്ടുണ്ടെങ്കിൽ മാലിന്യം തള്ളിയതിന് നടപടി എടുക്കണം തീർച്ചയായിട്ടും. അതിന് നിയമം ഉണ്ടല്ലോ. ഇപ്പം പട്ടിക്ക് കൊടുത്ത ഭക്ഷണത്തിൻ്റെ ബാക്കിയായാലും എന്ത് മാലിന്യമായാലും അതിനുള്ള നടപടി ഉണ്ടല്ലോ. പക്ഷെ അത് ചിലപ്പോൾ ഇവരെ എഗൻസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നുമുണ്ട്. അതായത് ചില ഫീഡേഴ്സ് കൃത്യമായി ആ സ്ഥലം തൂത്തുവാരി വൃത്തിയാക്കിയിട്ടാണ് പോകുന്നത്. അവരെ പോലും ചിലപ്പോൾ പിടിച്ചിട്ട് മാലിന്യം നിക്ഷേപിച്ചെന്ന് പറഞ്ഞ് കള്ള കേസ് കൊടുക്കുന്ന കേസുകളും ഉണ്ട്. അപ്പം ശരിക്കൊരു ഒരു കോഓപ്പറേഷനാണ് ആവശ്യം. അപ്പൊ ആരാണ് നന്നായി ചെയ്യുന്നത്? അതായത് ഒരു സെന്റർ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെ, ഒരു സെന്റർ ഉണ്ടാവുകയാണെങ്കിൽ അവിടേക്ക് ഈ പറയുന്ന ഫീഡേഴ്സിന് ഭക്ഷണം അടക്കം കൊണ്ടുകൊടുത്ത് സർക്കാരിനെ ഈ എക്സ്പെൻഡിച്ചറിന്റെ കാര്യത്തിൽ സഹായിക്കാൻ കഴിയും. അത് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഇങ്ങനെ തെരുവിൽ കൊണ്ടുപോയി ഭക്ഷണം ഇട്ട് കളയുന്നത്. അല്ല, സെൻറ്റർ അല്ല സെൻറ്റർ അല്ല ഞാൻ പറയുന്നത്. സെൻറ്റർ വെച്ചാൽ ഇപ്പം ഡോഗ്സ് ശരിക്കും പറഞ്ഞാൽ അവർ വേറെ ഏരിയാസ് ഉണ്ട്. അപ്പം പല സ്ഥലങ്ങളിൽ നിന്നും ഒരു സെൻറ്ററിലേക്ക് കൊണ്ടുപിടിച്ചാൽ സംഘർഷം ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഷെൽട്ടർ പോലെയല്ല. ഇപ്പോൾ എല്ലാ ഏരിയയിൽ നിന്നും പല ഡോഗ്സിനെ പിടിച്ചു കൊണ്ടുപോയി ഒരു സ്ഥലത്ത് മാത്രം ഫീൽ ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ സംഘർഷം ഉണ്ടാവും. പക്ഷെ അവർ നിൽക്കുന്ന ഒരു സ്ഥലത്തിന് ടെറിട്ടറി ഉണ്ട്, നായ്ക്കൂട്ടങ്ങൾക്ക് ടെറിട്ടറി ഉണ്ട്. ടെറിട്ടറി ഉണ്ട്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ടെറിട്ടറി ഉണ്ട്. അപ്പം വേറൊരു ടെറിട്ടറിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും സംഘർഷം ഉണ്ടാകും. അതിന് പരിഹാരമല്ല. പക്ഷേ എന്തിനാലും ഫീൽ ചെയ്യുന്നത് കുട്ടികൾ നടന്നു പോകുന്ന വഴിക്കാകരുത്, പൊതുസ്ഥലത്താകരുത്, ഏറ്റവും അധികം ജനങ്ങൾ പോകുന്ന സമയത്താകരുത്. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന എത്രയോ ഫീഡേഴ്സിനെ എനിക്ക് നേരിട്ടറിയാം. ഇങ്ങനെയൊക്കെ രാത്രി ലേറ്റായിട്ട് പോകുന്നതും അടിച്ചു വാരുന്ന വീഡിയോ ഒക്കെ എൻ്റെ അടുത്തുണ്ട്. അവരെന്നെ ഫുൾ സ്ഥലം തൂത്ത് വാരി വൃത്തിയാക്കിയിട്ട് പോകുന്ന ഫീഡേഴ്സ് ഉണ്ട്. കുറേ ആൾക്കാർ അങ്ങനെയുണ്ട്. കുറച്ച് പേര് ഈ വലിച്ചെറിയുന്ന ആൾക്കാരാണ് ഇവർക്ക് മോശം പേരുണ്ടാക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെടുത്തിട്ട് ശരിക്കും പി ദിവ്യ മാഡം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ മീറ്റിങ്ങൊക്കെ കൂടിയിരുന്നു. അപ്പോൾ അത് ഒരുവിധം ആ സമയത്താണ് ഈ ഡോഗ്സിനെ പിടിച്ച് വാക്സിനേറ്റ് ചെയ്തതും ഫീഡേഴ്സിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റിയതും ആ സമയത്തായിരുന്നു. പക്ഷെ അതെല്ലാം പിന്നെ അങ്ങനെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോയി.